ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്. ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. കേരളത്തെ മനസ്സിലാക്കാൻ പറയപ്പെടാത്ത കൗതുകങ്ങൾ, കാണാതെ പോകുന്ന അനുഭവങ്ങൾ, ഓർമ്മകളായി ജീവിക്കുന്ന കഥകൾ, ഇവയൊക്കെ ചേർന്ന് നമ്മൾ പതിവായി കാണാത്ത ഒരു കേരളത്തെ തുറന്നു കാണിക്കുന്നു. കാണാവുന്നതും കാണാൻ കഴിയാത്തതുമായ ലോകങ്ങളുടെ ഇടയിൽ നിന്ന് അദൃശ്യ ആത്മാക്കളെ തേടിയൊരു യാത്ര. മിസ്റ്റിക് കേരള സീരീസിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് ബ്രഹ്മരക്ഷസ്, ചുടല, മറുത ഇവരെ പറ്റിയുള്ള കഥകൾ കേൾക്കാം. കേരളത്തിൻ്റെ ജനവിശ്വാസ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതൊരു വൺ ഡയമെൻഷണൽ ലോകമല്ലെന്ന് ഉടൻ തന്നെ നമുക്ക് മനസ്സിലാകും. അവിടെ ക്ഷേത്രങ്ങളുണ്ട്, കാവുകളുണ്ട്, നദികളുണ്ട്, ക്രിമേഷൻ ഗ്രൗണ്ട്സ് ഉണ്ട്, വിജനമായ വഴികളുണ്ട്, പഴയ വീടുകളുണ്ട്. അതുപോലെ തന്നെ അവിടെയുണ്ട് മനുഷ്യർക്ക് കാണാനാവാത്തതെങ്കിലും അനുഭവിക്കാൻ കഴിയുന്ന സാന്നിധ്യങ്ങളെക്കുറിച്ചുള്ള നിരവധി കഥകളും. ഈ സാന്നിധ്യങ്ങൾ എല്ലാം ഒരേ സ്വഭാവമുള്ളവയല്ല. ചിലത് മനുഷ്യരിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിലത് മരണാനന്തര ലോകവുമായി ബന്ധപ്പെട്ടവയാണ്. മറ്റു ചിലത് പ്രകൃതിയുടെ തന്നെ അതിർത്തികളിൽ അനുഭവിക്കുന്നവ. കേരളത്തിലെ ഇത്തരം ജനകീയ ആത്മരൂപങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന 3 രൂപങ്ങളാണ് ബ്രഹ്മരക്ഷസ്, ചുടല, മറ്റൊന്ന് മറുത. ഇവയെ വെറും പേടിപ്പിക്കുന്ന ഭൂതങ്ങൾ എന്ന് മാത്രം കണ്ടാൽ പോരാ. കാരണം ഇവയിൽ ഓരോന്നിനും പിന്നിൽ മനുഷ്യജീവിതത്തെയും സമൂഹത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള ആഴമുള്ള ചിന്തകൾ ഒളിഞ്ഞിരിക്കുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ഈ 3 രൂപങ്ങളെക്കുറിച്ച് കേൾക്കാം. അവ എങ്ങനെ മനസ്സിലാക്കപ്പെട്ടിരുന്നു, അവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു, അവയെ മനുഷ്യർ എങ്ങനെ അനുഭവിച്ചു, മറ്റ് വിശ്വാസങ്ങളുമായി അവ എങ്ങനെ സഹവർത്തിച്ചു എന്നൊക്കെ. ആദ്യം നമ്മൾക്ക് ബ്രഹ്മരക്ഷസിനെ കുറിച്ച് മനസ്സിലാക്കാം. തുടക്കത്തിൽ തന്നെ ബ്രഹ്മരക്ഷസിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കഥ പറയാം. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള ധാരണ ഇപ്പോഴും പഴയ വീടുകൾക്കും വലിയ മരങ്ങൾക്കും കാവുകൾക്കും ക്ഷേത്ര പരിസരങ്ങൾക്കും ചുറ്റുമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു നിർജ്ജനമായ വലിയ പഴയ മരം, ഒരു കാലത്ത് ആളുകൾ വന്നു പോയിരുന്നുവെങ്കിലും ഇപ്പോൾ ശാന്തമായി തീർന്ന ഒരു വാസസ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യസ്ഥലത്തിൻ്റെ അതിർത്തി. ഇത്തരം ഇടങ്ങളിലാണ് അതിൻ്റെ സാന്നിധ്യം ആളുകൾ സങ്കല്പിച്ചിരുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്കും ബ്രഹ്മരക്ഷസിനെ വളരെ പേടിയാണ്. ഒരു പേടിയുള്ള എന്തോ ഒരു ഭീകരരൂപിയായിട്ടാണ് രക്ഷസിനെ സങ്കല്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, നല്ലൊരു ശതമാനം ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഒരു ബ്രാഹ്മണന്റെ പ്രേതമാണ് എന്നാണ്. ആൾക്കാരുടെ തെറ്റിദ്ധാരണ രക്ഷസ് എന്ന് കേൾക്കുമ്പോൾ ഈ സിനിമകളിലും സീരിയലുകളിലുമൊക്കെ കണ്ടിട്ട് ചോര ഊറ്റിക്കുടിക്കുന്ന ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള എന്തോ ഒന്ന് എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അറിവുണ്ട് പക്ഷെ ശാന്തിയില്ല, ബലമുണ്ട് പക്ഷെ വിമോചനമില്ല. അതിനാലാണ് ഈ രൂപം സാധാരണ പ്രേതത്തേക്കാൾ വ്യത്യസ്തവും ഭീതിജനകവുമായതെന്ന് കരുതപ്പെടുന്നത്. ഇതാണ് കേട്ടുപഴകിയ കഥ. എന്നാൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് വേറെ ഒരു സങ്കല്പമാണ്. ക്ഷേത്രങ്ങളായിട്ടും അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളുമായിട്ടും സ്ഥലവുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ബ്രഹ്മരക്ഷസ്. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ബ്രഹ്മരക്ഷസ്, 2 വാക്കുകൾ. ബ്രഹ്മം എന്ന വാക്ക് നമ്മൾ വളരെ സാത്വികം, വളരെ ഉത്തമം, വളരെ ശ്രേഷ്ഠം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലേ? നമ്മൾ മോശമായ രീതിയിൽ ഒരിക്കലും ബ്രഹ്മം എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ബ്രഹ്മരക്ഷസ് വളരെ ഉചിതമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സാത്വികമായിട്ടുള്ള ഒരു സങ്കല്പം തന്നെയാണ്, അല്ലേ? രക്ഷസ് എന്നുള്ള വാക്കിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്ന വിഭാഗം എന്നാണ്. നമ്മളെ രക്ഷിക്കുന്ന ബ്രഹ്മചൈതന്യമുള്ള ഒരു തേജസ്, ഒരു ശക്തി, അതാണ് ബ്രഹ്മരക്ഷസ്. അതും ബ്രാഹ്മണന്റെ പ്രേതമോ അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഭീകരനായ, പേടിപ്പെടുത്തുന്ന ഒന്നുമല്ല. നമ്മളെ രക്ഷിക്കുന്ന ബ്രഹ്മ തേജസ്സുള്ള വളരെ സാത്വികമായിട്ടുള്ള ഒരു തേജസ്, അങ്ങനെ അതിനെ കണ്ടാൽ മതി. തെറ്റിദ്ധാരണ മൂലമാണ് ആൾക്കാർക്ക് പേടി വന്നിരിക്കുന്നത്. അടുത്ത തവണ നിങ്ങൾ കേരളത്തിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒന്ന് നോക്കണം. അതുമാത്രമല്ല, പല സ്ഥലത്തും രക്ഷസിനെ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് പൂജിക്കാറുള്ളത്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ രക്ഷസ് ഒരിക്കലും ഒരു കുഴപ്പക്കാരനല്ല, ഒരു ഭീകരനല്ല, നമ്മെ രക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ബ്രാഹ്മണന്റെ പ്രേതമാണ് എന്നൊക്കെ ഒരു സങ്കല്പം വന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വളരെ കാലം ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ഭൂമിയുടെ ഉടമസ്ഥർ, ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥർ
ഇതെല്ലാം ബ്രാഹ്മണരായിരുന്നു. മാത്രമല്ല സമസ്ത മേഖലകളിലും ഇവർക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ രക്ഷിതാക്കളായി കണക്കാക്കിയിരുന്നത് കൊണ്ടാവാം ഇങ്ങനെയൊരു വിശ്വാസം ഉണ്ടായത്. എന്തായാലും ഇതൊരു തെറ്റിദ്ധാരണയാണെന്നും ഇത് ഈ കാലഘട്ടത്തിൽ മാറേണ്ടതാണെന്നുമാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് ബ്രഹ്മരക്ഷസം. നമ്മെ രക്ഷിക്കുന്ന ഒരു ശക്തിയായി നമ്മുടെ സങ്കല്പത്തിൽ അത് അങ്ങനെ കിടക്കട്ടെ. ഇനി ചുടല. ചുടൽ എന്ന വാക്ക് തന്നെ ചിത, ചാമ്പൽ, ചുടുകാട്, അന്ത്യകർമ്മം എന്നിവയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ചുടലയെക്കുറിച്ച് ജനവിശ്വാസം മുഴുവനായും ജീവനും മരണവും തമ്മിലുള്ള അതിർത്തിയിലാണ് നിലകൊള്ളുന്നത്. ചുടല ഒരു സാധാരണ ഭൂതമല്ല. അത് പലപ്പോഴും മരണത്തിന് ശേഷമുള്ള ശാന്തിയില്ലായ്മയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നു. ചില കഥകളിൽ ഇത് സ്ത്രീ രൂപത്തിൽ കാണപ്പെടുന്നു. ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതായി, ചിലപ്പോൾ ആകർഷകമായി, ചിലപ്പോൾ ദുഃഖത്തിൻ്റെ കനത്തോടെയും കാണാം. ഇവിടെയാണ് ചുടലയും യക്ഷിയുമായുള്ള ബന്ധമുള്ള ജനകീയ ധാരണകളൊക്കെ ചിലപ്പോഴൊക്കെ തമ്മിൽ കലരുന്നത്. പക്ഷെ രണ്ടും ഒരുപോലെയല്ല. യക്ഷി സാധാരണ ആകർഷണത്തെയും അഭിലാഷത്തെയും ചേർത്തുള്ളൊരു രൂപമായി ജനകഥകളിൽ വരുമ്പോൾ, ചുടല അതിനേക്കാൾ കൂടുതൽ മരണത്തിൻ്റെ അരികിലും അശാന്തമായ അവശേഷിപ്പുകളിലും നിൽക്കുന്ന ഒരു രൂപമാണ്. ചുടലയുമായി ബന്ധപ്പെട്ടതിനാൽ ചിതാഭൂമികൾ, നിർജ്ജന പാതകൾ, ശ്മശാനത്തിനടുത്തുള്ള മരങ്ങൾ എന്നിവ പ്രത്യേക സ്ഥാനം നേടുന്നു. രാത്രി, തീയുടെ ഓർമ്മ, ഒരിക്കൽ മനുഷ്യജീവിതം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവശേഷിക്കുന്ന സ്മരണയും ചാമ്പലും മാത്രം. ഈ അന്തരീക്ഷം തന്നെയാണ് ചുടലയുടെ ലോകം. ജനകീയമായ ചുടല എന്ന് നമ്മളിൽ പലർക്കും പേടിയുണ്ടാക്കുന്ന ഒരു രൂപമാണെങ്കിലും സാംസ്കാരികമായി അതിന് കൂടുതൽ ആഴമുണ്ട്. അത് ചോദിക്കുന്നു, മരണം സംഭവിച്ചു, പക്ഷെ എല്ലാ ബന്ധങ്ങളും അപ്പോൾ തന്നെ അവസാനിക്കുമോ? പൂർത്തിയാകാതെ പോയ ആഗ്രഹങ്ങൾ എവിടെയാണ് പോകുന്നത്? മനുഷ്യജീവിതത്തിൽ പറഞ്ഞു പോകാൻ കഴിയാതിരുന്ന വേദനകൾക്ക് എന്താണ് അവസാന രൂപം? ഈ ചോദ്യങ്ങൾക്ക് തന്നെയാണ് ചുടല എന്ന ആ രൂപം ഒരു മറുപടി പോലെയാകുന്നത്. ചുടലയുടെ സാന്നിധ്യം ജനവിശ്വാസത്തിൽ തിരിച്ചറിയുന്നത് ഭീതിജനകമായ ഒരു ഭാവാന്തരീക്ഷത്തിലൂടെയാണ്. ഒരു സ്ഥലം പെട്ടെന്ന് ഭാരമുള്ളതായി തോന്നുക, മരണത്തിൻ്റെ ഓർമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യം ഇല്ലാഞ്ഞിടത്ത് എന്തോ നിൽക്കുന്നു എന്ന തോന്നൽ, ഇതൊക്കെയാണ് ചുടലയുടെ അനുഭവ ഭാഷ. ഇതിലൂടെ സമൂഹം ഒരു വസ്തുതയോട് ഇടപെടുന്നു. മരണം വെറും ജീവൻ്റെ അവസാനമല്ല. മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളും ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും മനുഷ്യ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനപരമ്പരയിൽ ഇത്തരത്തിലുള്ള ആത്മരൂപങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ആളുകളെ വെറും ഭയപ്പെടുത്താനുള്ളതല്ല, മറിച്ച് മരണസ്ഥലങ്ങളോടും അന്ത്യകർമ്മങ്ങളോടും ഒരു രീതിയിലുള്ള ബഹുമാനം കൈവരിക്കുവാനും അത് സഹായിച്ചിരിക്കാം. ചില സ്ഥലങ്ങൾ അങ്ങനെ തന്നെ വിട്ടുകൊടുക്കുക, രാത്രിയിൽ ചില വഴികൾ ഒഴിവാക്കുക, അന്ത്യകർമ്മങ്ങൾക്ക് ശേഷമുള്ള ഇടങ്ങളെ ഗൗരവത്തോടെ കാണുക, ഇവയെല്ലാം ജനവിശ്വാസവും സാമൂഹിക ആചാരവും തമ്മിലുള്ള സംഗമത്തിലാണ് കാണേണ്ടത്. ഇതാണ് ചുടല. അടുത്ത തവണ ഒരു സെമിത്തേരിയുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോഴോ ഒരു ക്രമേഷൻ ഗ്രൗണ്ട് പാസ് ചെയ്യുമ്പോഴോ കുറച്ച് ബഹുമാനത്തോടെ ആ സ്ഥലത്തെ നോക്കുക. അത് മതി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിൽ ഏറ്റവും നിഗൂഢവും വ്യത്യസ്തവുമായ രൂപത്തിലേക്ക് വരാം. മറുത. മറുത പല ജനവിശ്വാസങ്ങളിലും പ്രകൃതിയുടെ അതിർത്തിയിൽ അനുഭവപ്പെടുന്ന ഒരു സാന്നിധ്യമാണ്. അത് നിർബന്ധമായും ഒരാൾ മരിച്ചു മാറിയ ആത്മാവല്ല, മറിച്ച് കാറ്റിലും കാടിലും നിർജ്ജന പാതകളിലും മലവഴികളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു എന്തോ ഉണ്ട് എന്ന ബോധമാണ്. മറുതയെക്കുറിച്ചുള്ള പ്രധാന കാര്യം അത് പലപ്പോഴും കാണുന്ന ഒന്നല്ല, അത് അനുഭവിക്കുന്ന ഒന്നാണ്. ശൂന്യമായ സ്ഥലത്ത് പെട്ടെന്ന് കാറ്റിൻ്റെ സ്വഭാവം മാറുക, രാത്രിയാകുമ്പോൾ ഒരിടത്തിൻ്റെ അന്തരീക്ഷം അങ്ങേയറ്റം വ്യത്യസ്തമാകുക, വഴി അറിയുന്ന ഇടത്ത് പോലും അസ്വസ്ഥത തോന്നുക, ഇതൊക്കെയാണ് മറുതയുടെ ലോകം. ഈ രൂപം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തോട് ചേർത്ത് നോക്കുമ്പോൾ വളരെ അർത്ഥമുള്ളതാണ്. കാട്, മലവഴി, മൂടൽമഞ്ഞ്, കടുത്ത ഈർപ്പം, കാറ്റിൻ്റെ ശബ്ദം, രാത്രിയുടെ ഗാംഭീര്യം, ഇത്തരം പരിതസ്ഥിതികളിൽ മനുഷ്യൻ പ്രകൃതിയെ വരും പശ്ചാത്തലമായി മാത്രമല്ല കണ്ടിരുന്നത്, അവിടെ പ്രകൃതി തന്നെ ജീവിച്ചിരിക്കുന്ന സാന്നിധ്യമായി അനുഭവപ്പെടുന്നു. മറുത അതിൻ്റെ ജനകീയ രൂപമാണ്. ബ്രഹ്മരക്ഷസും ചുടലയും ചിലപ്പോൾ കഥകളിൽ വ്യക്തമായ രൂപം ധരിച്ചേക്കാം. പക്ഷെ മറുത പലപ്പോഴും കഥയേക്കാളേറെ അനുഭവമാണ്. ഇതിനാലാണ് അത് കൂടുതൽ മങ്ങിയതും നിർവചിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായി തോന്നുന്നത്. മറുതയുമായി മനുഷ്യരുടെ ഇടപെടൽ നേരിട്ട് നടക്കുന്ന ഒന്നല്ല. അവനെ വിളിക്കുകയോ നേരിടുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള കഥകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. മറിച്ച് മറുതയുമായി ഇടപെടൽ ഒരു സഹവർത്തിത്വമായി കാണണം. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചിലയിടങ്ങൾ മനുഷ്യർ ഒഴിവാക്കുന്നു, ചില മരങ്ങൾ വെട്ടാതെ വിടുന്നു, ചില കാവുകൾക്കും കാടിനും ഒരു പരിധി ഇടുന്നു,
രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നു. അറിയാത്തിടത്ത് എത്തുമ്പോൾ നമ്മൾ ശബ്ദം കുറച്ച് സംസാരിക്കുന്നു. ഇത്തരം പെരുമാറ്റങ്ങൾ വെറും ആചാരങ്ങളല്ല, പ്രകൃതിക്കുള്ളിൽ മനുഷ്യനെ ഒറ്റയാളല്ല എന്ന ബോധത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ മറുത നമ്മോട് പറയുന്നത് ഒരു കാര്യമാണ്: മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് പുറത്തു നിൽക്കുന്ന ഒരു ലോകമുണ്ട്. നാം അതിലൂടെ സഞ്ചരിക്കാം, അതിനെ ഉപയോഗിക്കാം, പക്ഷെ പൂർണ്ണമായി സ്വന്തമാക്കാനാവില്ല. ഇതാണ് മറുത. ഇനി ഈ 3 രൂപങ്ങളെ ഒന്നിച്ചു നോക്കാം. ബ്രഹ്മരക്ഷസ് സമൂഹത്തിൻ്റെ അകത്തുണ്ട്. അത് ജ്ഞാനത്തോടും അധികാരത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ചുടല ജീവിതത്തിൻ്റെ അവസാന അതിർത്തിയിലാണ്. മരണവും ദുഃഖവും അസ്വസ്ഥതയും പൂർത്തിയാകാത്തതുമായ അവസ്ഥകൾ അതിൽ പ്രതിഫലിക്കുന്നു. മറുത മനുഷ്യജീവൻ്റെ അതിർത്തിക്കപ്പുറമുള്ള പ്രകൃതിയുടെ ലോകത്താണ്. അത് കാടിൻ്റെയും കാറ്റിൻ്റെയും സാന്നിധ്യമാണ്. ഈ 3 ആശയങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുകയും ഓരോന്നിനും അർത്ഥം നൽകുകയും ചെയ്യുന്ന വിശ്വാസലോകം കേരളത്തിൻ്റെ സ്പിരിച്വൽ ലോകത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ ലോജിക്കും യുക്തിയും തേടിയിട്ട് കാര്യമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു മതവ്യവസ്ഥയുടെ ഉൽപ്പന്നമല്ല. ജനവിശ്വാസങ്ങളും ദേശാചാരങ്ങളും പാരമ്പര്യ ഭീതികളും ധാർമ്മിക ബോധങ്ങളും പ്രകൃതിയോടുള്ള ആദരവുമെല്ലാം ചേർന്നുണ്ടായ ഒരു ലെയേർഡ് സങ്കല്പമാണ്. ഇത്തരം രൂപങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം പൊതുജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലയിടങ്ങൾ മാനിക്കുക, ചില അതിർത്തികൾ ലംഘിക്കാതിരിക്കുക, രാത്രിക്ക് ഒരർത്ഥം കൊടുക്കുക, മരണം സംഭവിച്ച സ്ഥലങ്ങളുടെ ഗൗരവം കാത്തു സൂക്ഷിക്കുക, പ്രകൃതിയെയും നിർജ്ജനതയെയും ചെറുതായി കാണാതിരിക്കുക. ഇതൊക്കെയാണ് പ്രധാന പെരുമാറ്റ രീതികൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആത്മരൂപങ്ങൾ വെറും അന്ധവിശ്വാസത്തിൻ്റെ വിഷയം എന്നതിലുപരി സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടിയാണ്. ഈ കഥകളുടെ യാഥാർത്ഥ്യം തെളിയിക്കാനോ നിഷേധിക്കാനോ ശ്രമിക്കുന്നതിലുപരി അവ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുകയാണ് കൂടുതൽ പ്രധാനം. കാരണം ജനവിശ്വാസങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ഭയങ്ങൾ മാത്രമല്ല, അവൻ്റെ മൂല്യങ്ങളും അനുഭവങ്ങളും ലോകത്തെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും കൂടിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. കേരള ക്യൂരിയോസിൻ്റെ അടുത്ത എപ്പിസോഡിൽ രഹസ്യ ലോകത്തേക്കുള്ള യാത്ര തുടരാം. അതുവരെ ശ്രദ്ധയോടെ ഇരിക്കുക, കൗതുകത്തോടെ തുടരുക. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.